ച്ചതിന് ശേഷം ഞാനൊരു പ്രത്യേക പോയിന്റിൽ വെച്ച് ആ വ്യക്തിയോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പ്രണയ നൈരാശ്യം ഫീൽ ചെയ്യിപ്പിക്കുന്ന പാട്ടുകൾ കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതെ, അത്തരത്തിലുള്ള പാട്ടുകൾ തന്നെയാണ് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ ടൈം അത്തരത്തിലുള്ള നൊമ്പരപ്പെടുത്തുന്ന പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന് ഒറ്റ പ്രാക്ടീസാണ് കൊടുത്തത്. വരുന്ന ഒരാഴ്ചത്തേക്ക് അത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കരുത്. അതിനു പകരം ആവേശമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന പാട്ടുകൾ മനഃപൂർവ്വം കേൾക്കുക. അതിഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ അതൊന്നും ഇവിടെ വിഷയമല്ല. ആ പാട്ടുകൾ കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്തു. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായി. അദ്ദേഹം ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം പലർക്കും ഞാൻ ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പരിചയപ്പെടുത്താറുണ്ട്. അതായത് ഒരു മനുഷ്യൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ മൂഡ് ഓൾറെഡി കേടുവന്ന് കിടക്കുകയാണെങ്കിൽ ആ മൂഡിനെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള സംഗീതങ്ങളൊന്നും തന്നെ നമ്മൾ കേൾക്കരുത് എന്നുള്ളതാണ്. സംഗീതം നമ്മുടെ മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏത് മൂഡ് ഉണ്ടാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് മ്യൂസിക്കുകൾ നമ്മുടെ ചെവിയിലേക്ക് പോകുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഓരോ മ്യൂസിക്കുകൾ അല്ലെങ്കിൽ ഓരോ തരം ചലച്ചിത്ര ഗാനങ്ങൾ പോലും കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഏത് വികാരത്തെയാണ് ഉണർത്തുന്നത് എന്ന്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ഓരോ പ്ലേലിസ്റ്റുകൾ ഉണ്ടായിരിക്കണം. നമുക്കെല്ലാവർക്കും നല്ല മൂഡുകളാണല്ലോ ഇഷ്ടം. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന പാട്ടുകളുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിക്കണം. നല്ല ഏകാന്തതയോ ശാന്തിയോ ഉണ്ടാക്കുന്ന തരം പാട്ടുകളുടെയോ മ്യൂസിക്കുകളുടെയോ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം. നല്ല ഉത്സാഹവും ഉത്തേജനവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാട്ടുകളുടെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഓരോ സമയത്ത് അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള മൂഡുകളാണ് ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യം തീരുമാനിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു മ്യൂസിക് നിങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്ലേ ചെയ്യുകയും ചെയ്യുക. നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഒക്കെ ഈ സംഗീതത്തെ പ്ലേ ചെയ്യുക. അത് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രചോദനം നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലുകളിലോ അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് അവിടെ ഒരു മൈൽഡ് ആയിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അവിടുത്തെ കളർ ടോൺ, അവിടുത്തെ മ്യൂസിക്കിൻ്റെ അകമ്പടി, ഇതെല്ലാം ചേർന്നാണ് നമുക്കൊരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്നത്. ഒരു ഗാനമേള നടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗാനങ്ങളെല്ലാം ആദ്യം പാടി അവസാനമാകുമ്പോഴേക്കും വളരെ സ്പീഡുള്ള ഗാനങ്ങളിലേക്ക് അവർ എത്തിച്ചേരുന്നത് കണ്ടിട്ടില്ലേ? അതായത് ആ ഗാനമേള ആസ്വദിക്കുവാൻ എത്തിയ നിങ്ങളെ ആ ഗാനമേളയിലേക്ക് പിടിച്ചിരുത്തുവാൻ കഴിവുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുന്ന രാഗങ്ങൾ ആദ്യം ഉപയോഗിച്ച് അവസാനം നിങ്ങളെ നൃത്തം ചെയ്യിപ്പിച്ചിട്ടേ അവിടെ നിന്ന് വിടൂ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ സൈക്കോളജി പ്രവർത്തിക്കുന്നത്. ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പെല്ലാം നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശൻ ചാനലിലുമൊക്കെ ഒരു പ്രത്യേകതരം വീണ ഇങ്ങനെ മീട്ടിക്കൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കാറുണ്ട്. അത് രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിൻ്റെ അലകളിൽ മുഴുകിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആ ദുഃഖത്തെ പ്രതിധ്വനിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണ്.